അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിലേക്ക് ഈ കുട്ടികൾക്ക് എളുപ്പത്തിൽ ചിഹ്നം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് പിന്നെ കാർഡ്ബോർഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. കാർഡ്ബോർഡ് ഉപയോഗിച്ചിട്ട് വരച്ച് വെട്ടിയെടുത്തൽ അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാം, ഇത് കാ എന്നുള്ള ഒരു അക്ഷരമാണ് ഹിന്ദിയിൽ. അപ്പോൾ ഇതിന് നമുക്ക് ചിഹ്നങ്ങൾ കാ, കീ, കു, കൃ, കെ, കൈ ഇതൊക്കെ എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാവുന്നതാണ്. അപ്പോൾ കുട്ടികൾക്കൊരു പെട്ടെന്ന് മനസ്സിലായി പതിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കാ. അപ്പം കാല് ഇത് നമുക്കറിയാം കാർഡ്ബോർഡ് കൊണ്ട് വെട്ടി വെച്ചാണ് ഈ ഒരു ചിഹ്നം. അപ്പോൾ ഇത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ എന്തായത് കാ എന്നായി. അപ്പോൾ കാ നമുക്കിത് മാറ്റി വെക്കാം. ഇനി അതുപോലെ ഇതെടുത്ത് ഇതുപോലെ തന്നെ കീ എന്ന ഒരു ചിഹ്നത്തിന് വേണ്ടി നമുക്ക് അത് നമ്മൾ ജസ്റ്റ് നിങ്ങൾക്കറിയാം ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കാ താ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്ത് കുട്ടികൾ ക്ലാസ്സും ചെയ്തോളും. കുട്ടികൾക്ക് ഇത് പിന്നെ വളരെ രസകരമായിട്ട് അവർ ചെയ്യൂ. അപ്പോൾ ഇത് കീ എന്നായി. പിന്നെ അതിന് നമ്മൾ ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ എന്തായി കീ എന്നായി. അപ്പോൾ അത് മാറ്റി വെച്ച് പിന്നെ നമുക്ക് അതുപോലെ കു എന്ന് വെച്ചിട്ടുണ്ടാകും. നമുക്കിത് ഈ ചിഹ്നം ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ എന്ത് ചെയ്താൽ മതി ഇത് കു. പിന്നെ അടുത്ത ചിഹ്നം നമുക്ക് കൂ എന്നാവണോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് ഇതെടുത്ത് ഇത് അടിയിൽ വെച്ച് കൊടുത്താൽ എന്തായി കു എന്നായി. ഇനി അടുത്ത് നമുക്ക് കൃ എന്ന ഇത് നോക്കാം. കൃ നല്ല കട്ടിയുള്ള കാർഡ്ബോർഡ് എടുത്താൽ വളരെ ഇതായിട്ട് പിന്നെ അതിൻ്റെ ചാർട്ട് പേപ്പറാണ് ഇത് വെള്ളം ഒട്ടിച്ച് ചാർട്ട് പേപ്പർ കൊണ്ട് ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞാൽ വെട്ടി ചെയ്യാൻ പറ്റൂ. ഇത് നമുക്കിതാ കൃ. ഓക്കെ. ഇത് കഴിഞ്ഞാൽ നമുക്ക് കെ എന്നുള്ള ഒരക്ഷരം അത് നമുക്കിതാ ഇത് നടുവ് കൂടെ ഇവിടെ വെച്ച് കഴിഞ്ഞ് നോക്കുക. ഇപ്പോൾ ഇതാ ഇതിപ്പോൾ ഇങ്ങനെ എടുത്ത് കാണിച്ചാൽ ഇതാ അങ്ങനെ എന്താ ഇതിപ്പോൾ ഇതാ കെ എന്നുള്ള ചിഹ്നമായി. പിന്നെ അത് കഴിഞ്ഞ് ഇനി കൈ എന്നുള്ള ചിഹ്നം ഇതിങ്ങനെ വെച്ച് ഇതിവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായി ഇത് വേണം ഉയർത്തി കാണിക്കാൻ. നേരത്തെ ഞാൻ ബോർഡിൻ്റെ മുകളിലാണ് വെച്ചത്. ഇങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. ഇപ്പോൾ എന്തായത് കൈ എന്ന ഒരു ചിഹ്നമായി. പിന്നെ അത് മാറ്റി വെച്ച് ഇനി കോ നേരത്തെ നമ്മൾ ഉണ്ടാക്കിയ കെ എന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി അതെടുത്തിട്ട് ഇവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എന്തായി കോ എന്നായി. പിന്നെ കൈ എന്നുള്ള ചിഹ്നം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ മതി. അതിന് നമ്മൾ എന്ത് ചെയ്തായി ഇവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കൗ എന്നായി. പിന്നെ അവസാനം നമുക്ക് കം എന്നുള്ളത് നമ്മൾ നോക്കുക. ഇതിൽ വട്ടം വരച്ചിട്ട് കറക്റ്റായിട്ട് ഇത് ഞാൻ കട്ടിയുള്ള കാർഡ്ബോർഡ് വാങ്ങിയിട്ട് പിന്നെ കാർഡ്ബോർഡ് ഒട്ടിച്ചാണ്. അപ്പം കുറച്ചുകൂടെ കട്ടി ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഒട്ടിച്ചത്. അതിങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ച് കം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് ക്ലാസ് എടുക്കുമ്പോൾ ക്ലാസ് വളരെ രസകരമാവുകയും ചെയ്യും. കുട്ടികളുടെ മനസ്സിൽ അത് പതിയും. പിന്നെ നമുക്കത് എഴുതി കൊടുത്താൽ ശരിയാവും. ഓക്കെ, താങ്ക് യു.